ശ്രീ പ്രിൻറ്റു മഹാദേവ്, ശ്രീ ഡോക്ടർ പി കെ ഗോപൻ ഈ ചർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രിൻറ്റു മഹാദേവ്, ബി ജെ പിയെ സംബന്ധിച്ച് ഇവരുടെ ഒരു സംഘപരിവാർ ബന്ധം ഇത് യഥാർത്ഥത്തിൽ കൃത്യമായി ബംഗ്ലാദേശി മുസ്ലിം എന്ന ചാപ്പ കുത്തി ആ ഒരു വംശീയ ആക്രമണമാണ് നടന്നത്. അപരമത വിദ്വേഷത്തിനും അപ്പുറത്തേക്ക് തന്നെ, അപരമത വിദ്വേഷത്തിൻ്റെ ആ വിദ്വേഷ രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് വംശീയ രാഷ്ട്രീയത്തിൻ്റെ വെളിപ്പെടലാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് കേവലം ഒരു നിഷേധക്കുറിപ്പിലൂടെ തങ്ങൾക്കിതിൽ പങ്കില്ല എന്ന് പറയുന്നതിലൂടെ ബി ജെ പിക്ക് അങ്ങനെ ഒരു നിഷേധിച്ചാൽ തീരുന്നതാണോ ഇതിനകത്തെ നിങ്ങൾക്ക് മേലുയരുന്ന ആരോപണങ്ങൾ? പ്രിൻറ്റു മഹാദേവ്. അല്ല, ഈ വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ നയം ഞങ്ങൾ വ്യക്തമാക്കിയതാണ്. ഒന്ന്, ആൾക്കൂട്ട കൊലപാതകമാണ്. അതിനകത്ത് ബി ജെ പിയുടെ ഏതെങ്കിലും പ്രവർത്തകന്മാർക്കോ അല്ലെങ്കിൽ ബി ജെ പിയുടെ ചുമതലപ്പെട്ട ആർക്കോ അതിനകത്ത് യാതൊരു ബന്ധവുമില്ല. പിന്നെ ഈ കേരളത്തിൻ്റെ ഒരു പൊതു സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. എന്ത് തന്നെ സംഭവങ്ങൾ നടന്നാലും RSSനെയും ബി ജെ പിയിലെയും അതിൻ്റെ ഒരു പ്രതിപട്ടികയിലേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ശ്യാംകുമാറിനെ പോലെയുള്ള ആളുകൾക്ക് നാഴികയ്ക്ക് 40 വട്ടം കേരളത്തിലെ എല്ലാ സംഭവ വികാസങ്ങളിലും RSSനെ ഒരു പ്രതിപട്ടികയിൽ നിർത്തുക എന്നുള്ള അവരുടെ ആസൂത്രിതമായിട്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഇത് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ സർക്കാരിൻ്റെ വലിയ പരാജയമാണ്. നിങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ ശ്യാംകുമാർ ആലങ്കാരികമായിട്ട് പറയാതെ ഇങ്ങനെ പറഞ്ഞു പോയ ചില കാര്യങ്ങളുണ്ട്. കേരളത്തിൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾ, പ്രമാദമായിട്ടുള്ള 3 ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടന്നു. ഒന്ന്, അട്ടപ്പാടിയിലെ ദളിതനായിട്ടുള്ള മധു. ആ മധുവിനെ കൊന്നത് RSSകാരാണോ? ആരായിരുന്നു ആ പ്രതിപ്പട്ടികയിൽ ഉണ്ടായിരുന്ന ആളുകൾ? അവരുടെ ജാതിയും മതവും പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളും എന്തായിരുന്നു? രണ്ടാമത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പോയി, കൊണ്ടോട്ടിയിൽ രാജേഷ് മാഞ്ചി എന്ന് പറയുന്ന ഒരു ദളിതനായിട്ടുള്ള ആളെ അതിനിഷ്ഠുരമായിട്ട് തല്ലിക്കൊന്നു, പൊതുമധ്യത്തിൽ വിചാരണ ചെയ്ത് ഒരു ഉത്തരേന്ത്യക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് സംസാരിച്ച് അദ്ദേഹം ഹിന്ദുവാണെന്ന് ഉറപ്പിച്ചിട്ട് അദ്ദേഹത്തെ തല്ലിക്കൊന്നപ്പോൾ ഈ രാഷ്ട്രീയം ചകഞ്ഞിട്ട് അത് ഇവിടെ നടക്കുന്ന ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണെന്ന് പറയാൻ ഒരു ശ്യാംകുമാറിനെയും നമ്മൾ കേരളത്തിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഇതൊരു കൃത്യമായിട്ടുള്ള ആൾക്കൂട്ട കൊലപാതകമാണ്. ഇതിനകത്ത് കൃത്യമായിട്ട് ബി ജെ പിയുടെ അനുഭാവികൾ, അത് ഇന്നും കൂടെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിനകത്ത് പറയുന്നത് ബി ജെ പിയുടെ അനുഭാവികളായിട്ടുള്ള ആദ്യത്തെ 5 പേരിൽ 4 പേർ. അതിൽ ഞാൻ ചോദിക്കട്ടെ, അതിലെ പ്രതിപട്ടികയിലുള്ള 4ാമനായിട്ടുള്ള ആൾ, അദ്ദേഹത്തിൻ്റെ പേര് ആനന്ദ് എന്നാണ്. ആനന്ദ് ആരാണ്? CPMൻ്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. CITയുടെ ജനറൽ വർക്കിംഗ് ലോഡിൻ്റെ തൊഴിലാളിയാണ്. അത് ഇപ്പോഴും CPMൻ്റെ അട്ടപ്പള്ളി ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. CPMൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം നേരിട്ട് RSSകാരുടെ ആക്രമണത്തിന് കൂടെ നിന്നിട്ട് ഒത്താശ ചെയ്തു കൊടുക്കാൻ ഏത് തരത്തിലുള്ള സംവിധാനമാണ് CPMൻ്റെ സംവിധാനം? രണ്ടാമത്, അതിനുശേഷം നോക്കൂ, അതിനുശേഷം 2 പേരെ വീണ്ടും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരാളുടെ പേര് ജഗദീഷ് എന്നാണ്, മറ്റൊരാളുടെ പേര് വിനോദ് എന്നാണ്. ജഗദീഷ് എന്ന് പറയുന്ന ആൾ കോൺഗ്രസിൻ്റെ അവിടെ 40 വർഷമായിട്ടുള്ള സജീവ പ്രവർത്തകനാണ്. വിനോദ് എന്ന് പറയുന്ന പ്രവർത്തകൻ ആദ്യം പ്രാദേശികമായി DYFIയുടെ ചുമതല വഹിച്ചിരുന്നു. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്വാഭാവികമായിട്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെയാണ്. അവിടെ നടക്കുന്ന റെക്കോർഡിംഗ് ആയിട്ടുള്ള അവിടെ നടക്കുന്ന ഈ വാട്സപ്പ് ക്ലിപ്പിംഗ്സ് അടക്കം പ്രചരണങ്ങളിൽ അവിടെ ശക്തമായിട്ട് ഇദ്ദേഹത്തിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുന്നത് അവിടുത്തെ മുൻ കോൺഗ്രസിൻ്റെ വാർഡ് മെമ്പറാണ്. ഇങ്ങനെ ആസൂത്രിതമായിട്ട് CPMകാരനും കോൺഗ്രസ്സുകാരനും ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു ആൾക്കൂട്ട കൊലപാതകത്തെ സംഘപരിവാറിൻ്റെ വംശീയതയുടെയും അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ വംശീയ ഉന്മൂലനത്തിൻ്റെ പട്ടികയിൽ പെടുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. അതാണ് പറയുന്നത്, കേരള സത്യത്തിൽ ഇപ്പോൾ ഭ്രാന്താലയമായിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് ബി ജെ പിയുടെ ഇക്കാര്യത്തിലുള്ള വാദമെങ്കിൽ ശ്രീ പി കെ ഗോപൻ എന്താണ് മറുപടി? അതായത് ആദ്യം തന്നെ ഇതൊരു ആൾക്കൂട്ട കൊലപാതകമാണ് എന്ന് പറയുന്നൊരു ഡിഫൻസിലേക്ക് ബി ജെ പി എത്തുന്നു. പക്ഷേ തങ്ങൾക്കതിനകത്ത് നേതൃപരമായ പങ്കുണ്ട്. സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലനം ഉത്തരേന്ത്യയിൽ ഇപ്പോൾ ദളിതരെയും ന്യൂനപക്ഷങ്ങളെയും ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുന്ന ആൾക്കൂട്ട ആക്രമണത്തിൻ്റെ തരത്തിൽ അതിനപ്പുറം മുമ്പ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളതിൻ്റെ ഒരു സ്വഭാവമൊക്കെ വിശദീകരിച്ച് കാട്ടിക്കൊണ്ട് അങ്ങനെ ഒരു ആൾക്കൂട്ട കൊലപാതകമാണെന്നൊരു ഡിഫൻസ് എടുക്കാൻ ശ്രമിക്കുന്നു. ഇതിലുള്ള പങ്കാളിത്തത്തെ സംബന്ധിച്ചൊരു നിഷേധിക്കുന്ന നിലപാടും സ്വീകരിക്കുകയാണ്. ആ വിധം ബി ജെ പി ഇതിനെ വിശദീകരിച്ച് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ അവർക്ക് ഈ കേസിൽ മുന്നോട്ട് പോകാൻ കഴിയുമോ? മാത്രവുമല്ല, അതിനകത്ത് കോൺഗ്രസിൻ്റെയും CPMൻ്റെയും ഒക്കെ പ്രാദേശിക തലത്തിൽ നിങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ കൂടി അതിലുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാദമെങ്കിൽ ശ്രീ ഗോപൻ എന്തു മറുപടി? അല്ല, അതിലെ ബി ജെ പിയുടെ സുഹൃത്തുവിടെ പ്രതിരോധിക്കാൻ പരിശ്രമിച്ചത് 4ാമത്തെ ആളാരാണ്, 5ാമത് അറസ്റ്റ് ചെയ്യാൻ പോകുന്ന ആളാരാണ് എന്ന ഒരു ഗണിതശാസ്ത്രം വെച്ചിട്ടാണ് അദ്ദേഹം ഇതിനെ ന്യായീകരിക്കാൻ പരിശ്രമിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയാതെ പറഞ്ഞു വയ്ക്കുന്നത് ആദ്യത്തെ 4 പേരും BJP ആണ്, രണ്ടാമത്തത് കോൺഗ്രസ് അനുഭാവിയും CPIM അനുഭാവിയുമാണ് എന്നുള്ളതാണ്. ഏതായാലും ബംഗ്ലാദേശിൽ നിന്ന് വന്നതാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ആക്രമത്തിൽ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ
അവർ CPIMൻ്റെ രാഷ്ട്രീയം പറയുന്നവരല്ലെന്ന് ഈ നാട്ടിൽ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ അതെന്തിൻ്റെ പേരിലാണ് അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമാണ്. BJP ഈ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ, അത് വസ്തുതയാണ്. മഹാഭാരതത്തിൽ അത് വളരെ കൃത്യമാണ്. ചത്തത് കീചകനുമാണ്, കൊന്നത് ഭീമനുമാണ്. അതുകൊണ്ട് അതിൽ വ്യത്യാസമില്ല. അപ്പോൾ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ആരുടെ അജണ്ടയാണ്, വടക്കേ ഇന്ത്യയിൽ നടക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ നേരത്തെ ഇവിടെ ശരത്ത് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചതുപോലെ വടക്കേ ഇന്ത്യയിലെ മുഹമ്മദ് അഖ്ലഖിൻ്റെ കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ UP മുഖ്യമന്ത്രി ബഹുമാന്യനായ നമ്മുടെ UP മുഖ്യമന്ത്രി കേസ് കോടതിയിൽ കൊടുക്കുന്ന സമയമാണിത്. കോടതി അതിനെ തൽക്കാലം നിരസിച്ചിരിക്കുകയാണ്. ആ കേസ് പിൻവലിക്കണമെന്നാണ്. ഇറച്ചി കൈവശം വെച്ചിരുന്നു എന്ന പേരിൽ നിങ്ങൾ നടത്തിയ ആൾക്കൂട്ട കൊലപാതകം, അതാണ് മുഹമ്മദ് അഖ്ലഖിൻ്റെ കൊലപാതകം. അപ്പോൾ ഈ ആൾക്കൂട്ട കൊലപാതകത്തിന് പരിശീലനം ലഭിക്കുന്നതും ആശയം ലഭിക്കുന്നതും പ്രചോദനം ലഭിക്കുന്നതും BJPയുടെ RSSൻ്റെ ഒരു രാഷ്ട്രീയ അജണ്ടയാണ്. കാരണം അതിനകത്ത് വലിയ തെളിവുകൾ കണ്ടെത്താൻ പറ്റത്തില്ല, ഒരുമിച്ച് കൊന്നു കഴിഞ്ഞാൽ വലിയ തെളിവുകൾ കിട്ടത്തില്ല എന്നൊക്കെയുള്ള ഒരു രാഷ്ട്രീയം പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയാണ്. എന്നിട്ടിപ്പോൾ അതിനെ ന്യായീകരിക്കാൻ പരിശ്രമിക്കുകയാണ്. അപ്പോൾ ഇത് മധുവിൻ്റെ കൊലപാതകം അതിലേക്ക് കൊണ്ടുവരികയാണ്. മധുവിൻ്റെ കൊലപാതകം ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരാശയത്തിൻ്റെ ഭാഗമായി വന്നതല്ല, മറിച്ച് മറ്റ് ചില വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്, അതിനകത്ത് പൊളിറ്റിക്സോ മതമോ ജാതി എന്നുള്ളതല്ല, ഈ നിരപരാധികളെയും നിസ്വവർഗത്തെയും കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതായത് അവരുടെ തോളിൽ ആർക്കും കയറി ചെല്ലാം എന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ കൂടി ഭാഗമാണ്. വളരെ ദുർബലരായ മനുഷ്യരെ ആക്രമിക്കുക എന്നുള്ള ഒരു പ്രചോദനം അല്ലെങ്കിൽ ഒരു ചോദന ചിലരിലൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടി ഭാഗമാണത്. അത് പ്രത്യേകമായ ഒരു രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കേരളീയർ അതിനെ വിലയിരുത്തിയിട്ടില്ല. അങ്ങനെയാണത് ചെയ്തതെങ്കിൽ നമ്മൾ അതിനെ അങ്ങനെ വിലയിരുത്തുന്നതിനും കുഴപ്പമില്ല. അതുകൊണ്ട് നിങ്ങൾ അതിൽ പ്രവർത്തിച്ചവരുടെ മതം എന്താ, ജാതി എന്താ എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ അർത്ഥം ആർക്കാണ് മനസ്സിലാകാത്തത്? അതുകൊണ്ട് ഇതിനെ ന്യായീകരിക്കാൻ പോകുമ്പോൾ വേണ്ടത്ര പിൻബലത്തോടു കൂടിയുള്ള കാര്യങ്ങളെങ്കിലും ബഹുമാനപ്പെട്ട BJP സുഹൃത്തിന് അവതരിപ്പിക്കാൻ കഴിയണം. ഇത് ഒരെണ്ണത്തിൽ ഒതുങ്ങി നിൽക്കുന്നതാണോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരളത്തിലെ ചില സംഭവവികാസങ്ങൾ നോക്കണം. ഇന്നിപ്പോൾ രാംനാരായണൻ ബംഗ്ലാദേശി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ SIR നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ പൗരത്വ ബില്ല് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോഴും മറ്റ് രാജ്യങ്ങൾക്കെതിരെ വികാരമിളക്കുക, മതങ്ങൾക്കെതിരെ വികാരമിളക്കുക, ഇതൊക്കെയാണല്ലോ. ഇതിൻ്റെ തുടർച്ചയായിട്ട് നോക്കൂ. ഈ കരോൾ സംഘത്തിന് നേരെ നടത്തിയ ആക്രമണം ആരാണ് നടത്തിയത്? കരോൾ സംഘം എന്ന് പറഞ്ഞാൽ 14 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളാണ്. ഞാൻ ആ വാർത്ത കണ്ടപ്പോൾ ആലോചിച്ച്, ഞാൻ ഈ 12-13 വയസ്സിലൊക്കെ ഗ്രന്ഥശാലയുമായി ബന്ധപ്പെട്ട് ജീവിതകാലത്തിൽ വളരെ ആദ്യകാലം മുതലേ ബന്ധപ്പെട്ടിരുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട ഒരാളെന്ന തരത്തിൽ അന്ന് ഞങ്ങളുടെ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ഈ കരോള് പോയിട്ടുണ്ട്. അതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ച് അന്ന് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. അതുപോലെ കുട്ടികൾ ഇപ്പോഴും എൻ്റെ വീട്ടിലും വരുന്നുണ്ട് രാത്രി കുട്ടികൾ കരോളുമായിട്ട്. കുട്ടികളുടെ ഒരു ആഘോഷമാണ്. അതിനകത്ത് അവർ ക്രിസ്തുമസ് എന്നുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഏതെങ്കിലും മതത്തിൻ്റെ ആചാരമോ അനുഷ്ഠാനമോ എന്നുള്ളതിനെയല്ല കാണുന്നത്. ഇവിടെ CPIMൻ്റെ ബാൻഡ് സെറ്റാണ് ഉപയോഗിച്ചെന്നാണ് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി പറഞ്ഞത്. CPIMൻ്റെ ഇതേ ബാൻഡ് സെറ്റാണ് കഴിഞ്ഞ വർഷം അവർ ഉപയോഗിച്ചത്. അവിടുന്ന് അവർ വാടകയ്ക്കോ അല്ലെങ്കിൽ സൗജന്യമായിട്ടോ പാർട്ടി ഓഫീസിലിരിക്കുന്ന ഒരു സാധനം അതിൻ്റെ പരിസരത്തുള്ള കുട്ടികൾ എന്ന് ചോദിച്ചാൽ അവർ കൊടുത്തു വിടുകയാണ്. അത് പാർട്ടിയുടെ മറ്റ് ചില പരിപാടികൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കും. ആ ബാൻഡ് സെറ്റും എടുത്തുകൊണ്ടാണ് അവർ കഴിഞ്ഞ പല വർഷങ്ങളിലും ഈ കരോൾ ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ 14 വയസ്സുള്ള കുഞ്ഞുങ്ങൾ കരോൾ നടത്തേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയാണ്. ക്രിസ്തുമസ് ചില കടകളിൽ ചെന്നിട്ട് നിങ്ങൾ ഇത് വിൽക്കാൻ പാടില്ല എന്ന് അവരോട് ആവശ്യപ്പെടുകയാണ്. ക്രിസ്തുമസ് ഇവിടെ ആഘോഷിക്കേണ്ടെന്ന് പറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, കേരളത്തിൻ്റെ ഒരു സുഹൃതം എന്താ? ഓണം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മാർക്കറ്റിൽ പോയി നോക്കണം. സ്വർണ്ണക്കടയിലും തുണിക്കടയിലും തള്ളിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുക്കൾ മാത്രമല്ല, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അത് ആഘോഷമാക്കി മാറ്റും. പെരുന്നാൾ വന്നാൽ ബിരിയാണി വെച്ച് പരസ്പരം കൊടുക്കുന്നതാണ് കേരളീയർ. ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മൊത്തം ആഘോഷമാണ്. എല്ലാ ഹിന്ദു ഭവനങ്ങളിലും പല മുസ്ലിം ഭവനങ്ങളിലും ഈ നക്ഷത്ര വിളക്കുകൾ തൂക്കും. അത് ക്രിസ്ത്യാനികൾ മാത്രം തൂക്കലല്ല, അത് കേവലം ക്രിസ്തുമസ് മാത്രമല്ല, പുതുവർഷത്തെ വരവേൽക്കലും കൂടിയാണ്. ഇത് വടക്കേന്ത്യൻ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവർക്ക് ഇത് മനസ്സിലാവില്ല. വർഗീയ വിഷം വമിപ്പിക്കുന്നവർക്ക് ഇത് മനസ്സിലാവില്ല. മറ്റുള്ള അപരന്മാരെ സൃഷ്ടിക്കുന്നവർക്ക് ഇത് മനസ്സിലാവില്ല. ഇതിനകത്ത് അല്പം സ്നേഹം വേണം, കാരുണ്യം വേണം, നന്മ വേണം. ഇതൊക്കെ മനസ്സിൽ സൂക്ഷിക്കണം. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് BJP പ്രവർത്തിക്കുന്നതും കോൺഗ്രസ് പ്രവർത്തിക്കുന്നതും CPM പ്രവർത്തിക്കുന്നതും
പൊതുജനങ്ങളുടെ ക്ഷേമത്തിനും നന്മയ്ക്കും വേണ്ടിയുള്ള വ്യത്യസ്ത ആശയങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. അതിൽ ഏത് ആശയമാണ് ജനങ്ങൾക്ക് സ്വീകാര്യമാവുന്നത് അത് അവർ സ്വീകരിക്കും. അതായിരിക്കണം പൊളിറ്റിക്സ്. അതിനപ്പുറത്ത് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വർഗീയ വിഷമം ഒപ്പിക്കാനും മറ്റുള്ളവരെ അപരരെ സൃഷ്ടിക്കാനുമുള്ള ഒരു പൊളിറ്റിക്സാണ് BJP കൈകാര്യം ചെയ്തത്. ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം നിങ്ങൾ 2-3 ഉദാഹരണം നോക്കൂ. ഒന്ന്, ഈ പാലത്തായി കേസ്. പാലത്തായി കേസിൽ നിങ്ങൾ ആദ്യം BJP പറഞ്ഞതെന്താ? ഞങ്ങളുമായിട്ട് ബന്ധമില്ല. തൃക്കട്ടുങ്ങോട്ടൂർ BJP പഞ്ചായത്ത് പ്രസിഡന്റ് ഈ കേസിൽ പ്രതിയാണ്. അവസാനം അവിടുത്തെ മണ്ഡലം ഭാരവാഹികൾ ഇന്നും കൊടുത്ത ക്ലിപ്പിംഗ് നമ്മുടെ വോയിസ് ക്ലിപ്പ് കിടപ്പുണ്ട്. അതിനകത്തവർ പറഞ്ഞത് BJPക്ക് ഇതുമായിട്ട് ബന്ധമില്ല, നിങ്ങൾ BJPയുടെ പേരിൽ ആക്ഷേപം ഉന്നയിക്കുകയാണ്. അവസാനം ഈ പത്മരാജനെ അറസ്റ്റ് ചെയ്തത് BJP കേന്ദ്രത്തിൽ നിന്ന്. അയാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അയാൾ BJPയുടെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. നിങ്ങൾ നിഷേധിക്കത്തില്ലല്ലോ, തൃക്കങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റാണ് അയാൾ. അയാളെ താനൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് എത്ര വിവാദമായി. 2-3 അന്വേഷണ ഏജൻസി മാറ്റിയതിന് ശേഷമാണ് ഈ പെൺകുട്ടി കള്ളം പറയുകയാണെന്ന് പറഞ്ഞ് സൈക്കോളജിക്കലായിട്ട് ആ കുട്ടി തെറ്റാണ് പറയുന്നതെന്ന് BJPക്കാരെ കൊണ്ട് എല്ലാം വാദിച്ചിട്ട് അവസാനം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ ശുചിമുറി കൊണ്ടുപോയി എത്ര ഭീകരമായിട്ട് ലൈംഗിക ദാഹം ശമിപ്പിക്കാൻ വേണ്ടി ഒരു അധ്യാപകൻ, നിങ്ങളുടെ BJP സംഘടനയുടെ ജില്ലാ ഭാരവാഹിയായിട്ടുള്ള ഒരു അധ്യാപകൻ നടത്തിയ ക്രൂരകൃത്യത്തെ നിങ്ങൾ എത്ര മാസം ചാനലിൽ വന്നിരുന്ന് ന്യായീകരിച്ച് ഇപ്പോൾ അയാൾക്ക് 20 വർഷത്തെ തടവ് കൊടുത്ത് ജീവപര്യന്തം തടവ് കൊടുത്തിരിക്കുക. ഇനി 3ാമത്തെ കേസ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ ആനന്ദ് കെ തമ്പി, അയാൾ BJPയുടെ പ്രവർത്തകനായിട്ടിരുന്നുകൊണ്ട് അയാൾക്ക് സീറ്റ് കൊടുത്തില്ല. അയാൾ അതിൻ്റെ പേരിൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചു. അയാൾ BJP മാറിയിട്ട് സ്വതന്ത്രൻ. ആ സ്വതന്ത്രനായിട്ട് മത്സരിച്ചപ്പോൾ അയാളുടെ പേരിൽ വലിയ സമ്മർദ്ദം ചെന്നു. അയാളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. അവസാനം അത് താങ്ങാൻ വയ്യാതെ അയാൾ തന്നെ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. കേരളം മൊത്തം ചർച്ച ചെയ്തതാണ്. അടുത്ത തിരുമല അനിലെ പ്രിൻഡു മഹാദേവന് അറിയാൻ വയ്യാത്ത ആളല്ലല്ലോ. അദ്ദേഹം ഒരു സൊസൈറ്റി, BJPയുടെ ഒരു സൊസൈറ്റി നടത്തിക്കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ പണമെല്ലാം BJP പ്രവർത്തകർ എടുത്തുകൊണ്ട് പോയിട്ട് തിരിച്ചു കൊടുക്കാൻ കഴിയാതെ തിരുമല അനിൽ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വച്ചിട്ട് എൻ്റെ ആത്മഹത്യ ഇത് BJP കാരണമാണെന്നും ആ ശവം സംസ്കാരത്തിന് പോലും ഒരു BJPക്കാരനെ അങ്ങോട്ട് കയറ്റരുതെന്നും ചെന്ന രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ബഹുമാന്യ CPM നേതാക്കന്മാരെ BJP നേതാക്കന്മാരെ എല്ലാം അവിടെ ആക്ഷേപിക്കുന്ന അവസ്ഥയുണ്ടായതും ഈ കൂട്ടത്തിൽ നമുക്ക് നോക്കാവുന്ന കാര്യമാണ്. അതുപോലെ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം നശിപ്പിച്ചപ്പോഴും നിങ്ങൾ എത്ര ചാനൽ ചർച്ചയിൽ നിങ്ങളുടെ നേതൃത്വം വന്നിരുന്ന് വലിയ വാദത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾക്ക് ഇതുമായിട്ട് ഉത്തരവാദിത്വമില്ല. അവസാനം കോൺഗ്രസും മുസ്ലിം ലീഗും BJP എല്ലാം കൂടെ പറഞ്ഞു CPMകാരാണ് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ചത് എന്ന് പറഞ്ഞു. ശബരിമല വിഷയത്തിൽ സന്ദീപാനന്ദഗിരി ഒരു ശരിയായ നിലപാടെടുത്തതിൻ്റെ ദേഷ്യത്തിനാണ്. എങ്ങനെ അവസാനം ആ കേസ് തീർന്നത്? ഈ സംഭവത്തിൽ പങ്കെടുത്ത ഒരാൾ മനസ്സ് നീറി ആത്മഹത്യ ചെയ്തു, BJPയുടെ പ്രവർത്തകൻ. അയാളുടെ സഹോദരനോട് ഇത് വെളിപ്പെടുത്തി. ആ സഹോദരനാണ് പറഞ്ഞത് ആരും ഇനി BJPയിലേക്ക് പോകരുത്, സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ചത് BJP ആണെന്ന് പറഞ്ഞത് അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി RSSന്റെ കേന്ദ്രത്തിൽ, കൊച്ചുകുട്ടിയല്ല കുറച്ച് മുതിർന്ന ആളാണ്, RSSന്റെ കേന്ദ്രത്തിൽ നിന്നുണ്ടായ വളരെ അപകടകരമായ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു. RSSന്റെ ശാഖയിൽ, ഞാൻ RSSന്റെ ശാഖയിലെല്ലാം അങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ഒരാക്ഷേപം നിങ്ങൾക്കെതിരെ ഉന്നയിക്കുന്നില്ല. പക്ഷേ RSSന്റെ ശാഖയിലുണ്ടായ ഒരു സ്വവർഗ ലൈംഗിക പീഡനത്തിനിരയായി ഒരാളും ആത്മഹത്യ ചെയ്തു. അയാൾ പുറലോകത്തോട് പറയുകയാണ് ഒരു കാരണവശാലും അങ്ങോട്ട് പോകരുത്, കാരണം അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. RSSനകത്ത് ഒരു സ്ത്രീക്ക് മെമ്പർഷിപ്പ് കൊടുക്കാറില്ല. RSSന്റെ ശാഖയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാറില്ല. അടിസ്ഥാനപരമായി ഹിന്ദുത്വ വർഗീയതയുടെ മൂല്യശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ വിരുദ്ധമാണ്, ദളിത് വിരുദ്ധമാണ്, അല്ലെങ്കിൽ SC/ST വിരുദ്ധമാണ്. ഇതാണ് നിങ്ങളുടെ പൊളിറ്റിക്സ്. ആ പൊളിറ്റിക്സിന്റെ ഭാഗമായി സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത RSSന്റെ ശാഖയിൽ ഒരു കുട്ടി എങ്ങനെയാണ് പീഡിപ്പിക്കപ്പെട്ടത്? ഈ സംഭവങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പൊളിറ്റിക്സ് ജനാധിപത്യപരമല്ല, പണ്ടും അങ്ങനെയല്ല. മറിച്ച് നിങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയം ആൾക്കൂട്ട കൊലപാതകത്തിൻ്റെതാണ്, മനഃശാസ്ത്രത്തിൻ്റെതാണ്, ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന രാഷ്ട്രീയമാണ്, പീഡനത്തിന്റെ രാഷ്ട്രീയമാണ്, ലൈംഗിക നിരവധി ഉദാഹരണങ്ങൾ, അത് കൊച്ചു പെൺകുട്ടിയായാലും ശരി, ആൺകുട്ടികളായാലും. നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഡോക്ടർ പി കെ ഗോപൻ ഇതേക്കുറിച്ച് സംസാരിച്ചത്. നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട്